കണ്ണൂരിൽ സാമ്പത്തിക ഇടപാടുകളിൽ തുടർച്ചയായി കൈപൊള്ളി CPM നേതൃത്വം. പയ്യന്നൂരിലെ രക്തസാക്ഷി ഫണ്ട് തട്ടിപ്പിൽ തുടങ്ങി അത് ഹലാൽ ബാങ്കിങ്ങിൽ വരെ എത്തി നിൽക്കുകയാണ്. പാർട്ടിക്കെതിരെ ഉയർന്ന ആരോപണങ്ങളിൽ അണികളോട് മറുപടി പറയാൻ പറ്റാത്ത അവസ്ഥയിലാണ് CPM. പയ്യന്നൂരിലെ രക്തസാക്ഷി ഫണ്ട് തട്ടിപ്പ് മുതൽ ഹലാൽ ഫായിദ വരെ കണ്ണൂരിൽ ഫണ്ട് തട്ടിപ്പ് ആരോപണം CPM നേതൃത്വത്തിനെ വിടാതെ പിന്തുടരുകയാണ്. പയ്യന്നൂരിൽ രക്തസാക്ഷിയുടെ പേരിൽ പിരിച്ച ഫണ്ടാണ് പാർട്ടിയെ പ്രതിക്കൂട്ടിലാക്കിയതെങ്കിൽ കണ്ണൂരിൽ മുസ്ലിം വിഭാഗത്തെ പാർട്ടിയിലേക്ക് ആകർഷിക്കാൻ തുടങ്ങിയ ഹലാൽ ഫായിദയാണ് തലവേദന ഉണ്ടാക്കിയത്. നിക്ഷേപിച്ച പണം തിരികെ കിട്ടിയില്ലെന്ന് പറഞ്ഞ് നിക്ഷേപകനായ ഒരാൾ രംഗത്ത് വന്നതോടെയാണ് ഹലാൽ ബാങ്ക് പൊളിഞ്ഞു എന്ന വിവരം പുറത്തറിഞ്ഞത്. എന്നാൽ വാർത്ത വന്ന മണിക്കൂറുകൾക്കകം നിക്ഷേപിച്ച പണം പരാതിക്കാരന് തിരികെ നൽകി ഒത്തുതീർപ്പാക്കി. അതേസമയം സംഭവത്തെക്കുറിച്ച് സഹകരണ വകുപ്പ് അന്വേഷിക്കണമെന്ന ആവശ്യവും ഉയരുന്നുണ്ട്. സാമ്പത്തിക ക്രമക്കേടുകളിൽ സമഗ്ര അന്വേഷണം വേണമെന്ന് BJPയും ആവശ്യപ്പെട്ടു. പണം വാങ്ങി തുറന്ന് പ്രവർത്തിക്കുന്നില്ല. അപ്പോൾ സ്വാഭാവികമായും അതൊരു ഭാരമായി മാറിയിരിക്കുന്നു, നാടിനൊരു ഭാരമായി മാറിയിരിക്കുന്നു, ജനങ്ങളുടെ പണം ചൂഷണം ചെയ്യാനുള്ള സ്ഥാപനമായി മാറിയിരിക്കുന്നു CPM നയിക്കുന്ന ഈ സ്ഥാപനങ്ങൾ. അതുകൊണ്ട് കേരളത്തിലെ സഹകരണ വകുപ്പ് മന്ത്രി ഇതിനെക്കുറിച്ച് അടിയന്തരമായും നയം വ്യക്തമാക്കണം. എന്ത് നടപടി ഇത്തരം സ്ഥാപനങ്ങൾക്കെതിരെ ഈ ഇസ്ലാമിക വിശ്വാസികളുടെ പേര് പറഞ്ഞുകൊണ്ട് പണം നിക്ഷേപിച്ച് കൊള്ളയടിക്കുന്ന ഈ CPM നേതൃത്വത്തിൻ്റെ ഈ ഹലാൽ ഫായിദ സഹകരണ സ്ഥാപനത്തിനെതിരെ എന്ത് നടപടി സ്വീകരിക്കാൻ തയ്യാറുണ്ട് എന്നതിനെക്കുറിച്ച് കേരളത്തിലെ സഹകരണ വകുപ്പ് മന്ത്രി വ്യക്തമാക്കണം. അതേസമയം തുടർച്ചയായി പാർട്ടിക്കെതിരെ ഉണ്ടാകുന്ന സാമ്പത്തിക ക്രമക്കേട് ആരോപണങ്ങളിൽ കൃത്യമായ മറുപടി പറയാൻ CPM നേതൃത്വം ഇതുവരെ തയ്യാറായിട്ടില്ല. ജനം, കണ്ണൂർ.